നിങ്ങളുടെ ഏകദേശം 4.5 മിനിറ്റ് എനിക്ക് തരണം. നാളെ റിപ്പോർട്ടർ ടിവിയിലെ അരുൺ കുമാറിന്റെ കേസ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിൽ ഹൈക്കോടതിയിൽ വരികയാണ്. അങ്ങനെയാണ് ലൈവ് ലോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുണിനെതിരെയുള്ളത് വ്യാജ പോക്സോ കേസാണ് എന്ന് കുറച്ച് ബുദ്ധിയും ബോധവും ഉള്ള എല്ലാവർക്കും മനസ്സിലാകും. അതായത് അരുണൻ ഷാബാസ് എന്ന് പറയുന്ന റിപ്പോർട്ടറോട് ഒപ്പന നടത്തിയ പെൺകുട്ടി, ആ പെൺകുട്ടിയെ കുറിച്ച് ഒരു പരാമർശം നടത്തിയതിന്, ആ പരാമർശം എന്ന് പറഞ്ഞാൽ വീണ്ടും ആ കുട്ടിയെ കണ്ടിരുന്നു, ഇത്ര മാത്രമേ ചോദിച്ചുള്ളൂ. ആ പരാമർശം നടത്തിയതിന് അരുൺ 1-ാം പ്രതിയായിട്ടും അതേപോലെ ആ കുട്ടിയോട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ആ കുട്ടിയോട് സംസാരിച്ചതിനാണ് ഷാബാസിനെതിരെ ഈ പോക്സോ കേസ് വന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛന് പരാതിയില്ല, അമ്മയ്ക്ക് പരാതിയില്ല, ബന്ധുക്കൾക്ക് പരാതിയില്ല, വീട്ടുകാർക്ക് പരാതിയില്ല. ഇപ്പം നാട്ടിലുള്ള ഏതോ വേറൊരുത്തനാണ് കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വ്യാജ പോക്സോ കേസുകൾ നാളെ ഡോക്ടർ അരുൺകുമാർ വാദിക്കുമ്പോഴും വാദിക്കാൻ പോകുന്നത് അദ്ദേഹം ഇന്നസെന്റ് ആണെന്നാണ്. ഓൾറെഡി അവർ വാദിച്ചിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് ചാനല് കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും ടീച്ചറിനോടും അനുവാദം ചോദിച്ചിട്ട്, ആ പെൺകുട്ടിയോടും കൂടി അനുവാദം ചോദിച്ചിട്ടാണ് ഇതെല്ലാം ചിത്രീകരിച്ചത്, അത് സ്ക്രിപ്റ്റിനനുസരിച്ച് തന്നെയാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അരുണിന് ഒരുപക്ഷെ ജാമ്യം കിട്ടുമായിരിക്കും. പക്ഷെ ജാമ്യം കിട്ടിയാൽ മാത്രം പോരാ, അരുണിന് ഒരു നല്ല അഡ്വക്കേറ്റിനെ കൊണ്ട് വാദിക്കാനുള്ള കാശ് ആവത് കാര്യങ്ങളുണ്ട്. റിപ്പോർട്ടർ ചാനൽ വളരെ പ്രമുഖമായ ചാനലാണ്, ഇപ്പോൾ ടോപ്പായ ചാനലിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. വളരെ കഴിവുള്ള ഒരു നേതൃത്വമാണ് അവരുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ അഗസ്റ്റിൻ ബ്രദേഴ്സ് അടക്കമുള്ള ആൾക്കാർ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവർക്കൊരു പക്ഷേ നീതി കിട്ടുമായിരിക്കും. അരുണിന് മാത്രം നീതി കിട്ടിയാൽ പോരല്ലോ, സാധാരണക്കാർക്ക് നീതി കിട്ടണ്ടേ? നാളെ ഇതേപോലെ വ്യാജ പോക്സോ കേസ് ഉണ്ടാകുമ്പോൾ അരുണിനെ പോലെ പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സിനെ വെച്ച് വാദിക്കാൻ സാധാരണക്കാർക്ക് കാശുണ്ടാവൂ. അഗസ്റ്റിൻ ബ്രദേഴ്സിനെ പോലെ അവരും സമാനമായ ഒരു വ്യാജ കേസിൽ ഒരുപാട് വേട്ടയാടപ്പെട്ടവരാണ്. അവരുടെ കുടുംബത്തിനെ അടക്കം ഒരുപാട് ബുദ്ധിമുട്ടിച്ചതാണ്. ഒന്നുമില്ല, നമ്മുടെ ആൾക്കാരെ പീഡിപ്പിക്കാനുള്ള നമ്മുടെ പൊതുസമൂഹത്തിന്റെയും ചില പോലീസുകാരുടെയും ഒക്കെ താല്പര്യം കൊണ്ട് റിപ്പോർട്ടർ TV ഡോണേഴ്സിനെ ഒരുപാട് അവർ വേട്ടയാടിയതാണ്. അതുകൊണ്ടൊക്കെ പിന്നെ അവരുടെ നന്മ കൊണ്ടും അരുണിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ സാധാരണക്കാർ നമ്മൾ പോക്സോയിലൊക്കെ പെട്ടാൽ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ ഒക്കെ ആദ്യം ജയിലിൽ കിടക്കും, പിന്നീട് ആരെങ്കിലും കേക്ക് പോലും ഉള്ളൂ. ഒരിക്കൽ അങ്ങനെ പോക്സോ കേസ് കടന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കുട്ടികളെ പീഡിപ്പിച്ചവനായി മാറും. കൊച്ചു പെൺകുട്ടികളെ പീഡിപ്പിച്ച നരാധവനല്ലേ നീ എന്നൊക്കെ ബാക്കിയുള്ളവർ ചോദിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? വ്യാജ പോക്സോ കേസുകൾ വർദ്ധിക്കുന്നുണ്ടെന്നോ, വ്യാജ പോക്സോ കേസുകൾ ശരിയല്ലെന്നോ, പോക്സോ കേസുകൾ വ്യാപകമായി അല്ലെങ്കിൽ പോക്സോ കേസുകൾ കുറെയെങ്കിലും ദുരുപയോഗം ചെയ്യുന്നു തുടങ്ങിയ ഒരു പരാമർശം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ അത് വളരെ മികച്ചതാണ്. ഒരിക്കലും നമുക്കിത് നേരിട്ട് പറയാൻ പറ്റില്ല, കേസിന്റെ കാര്യത്തിൽ നേരിട്ട് ഇടപെടാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. നമുക്ക് കണ്ടംപ്റ്റ് അടക്കം അടിച്ചു തരും, അല്ലെങ്കിൽ കോടതിയുടെ കണ്ടംപ്റ്റ് പെറ്റീഷൻ അടക്കമുള്ള കണ്ടംപ്റ്റ് കേസ് അടക്കം നമുക്ക് അടിച്ചു തരും. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശക്തമായിട്ട് പറയാം, നമുക്ക് പരിചയമുള്ള എല്ലാ അഡ്വക്കേറ്റ്സിനും നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. എന്നിട്ട് പോക്സോ കേസിലെ ഈ വ്യാജ ദുരുപയോഗം അല്ലെങ്കിൽ വ്യാജ പോക്സോ കേസോ പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനെ പോലെ വളരെ പ്രഗത്ഭനായ ഒരു ജഡ്ജിയുടെ, പ്രത്യേകിച്ച് ബോച്ചെ ഹണി റോസിന്റെ കേസിലടക്കം ഏറ്റവും സന്തുലിതമായ ഒരു നിലപാടെടുത്ത ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായാൽ അത് ലോങ് ടേമിൽ സാധാരണ ജനങ്ങൾക്ക് ഭയങ്കരമായി ഗുണം ചെയ്യും. എങ്ങനെ? സുപ്രീം കോടതിയുടെയൊക്കെ ഓരോ പരാമർശം എടുത്താണ് പിന്നീട് താഴെയുള്ള കോടതികളും ബാക്കിയുള്ള കോടതികളും സമീപനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് വലിയ മൂല്യമുള്ളതാണ്. അപ്പോൾ പോക്സോ കേസുകൾ ഇതേപോലെ ആവരുതെന്നോ, പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്യരുതെന്നോ, എന്ത് തരം ഭ്രാന്താണിത്? അങ്ങനെയൊന്നും കോടതി പറയില്ല, പറഞ്ഞത് എൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞതാണ്. എന്ത് തരം ഭ്രാന്താണ് അരുണിനെതിരെ കേസെടുത്തത്? അപ്പോൾ ഇത്തരം ദുരുപയോഗങ്ങളാണ് എന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വാക്കോ ഒരു വരിയോ വല്ലതും വരികയാണെങ്കിൽ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന് നേരിട്ട് അയച്ചു കൊടുക്കാൻ നമുക്കിത് പറ്റില്ല. കാര്യം അദ്ദേഹം കോടതിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, അതൊരു ആക്റ്റീവ് കേസിന്റെ ഇന്റർഫിയറൻസ് ആണ്, ഇടപെടലാണ്, അത് നമുക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ നമുക്ക് പരിചയമുള്ള അഡ്വക്കേറ്റ്സിന് അയച്ചു കൊടുക്കാമല്ലോ, ആ അഡ്വക്കേറ്റ്സിന് അവർക്ക് പരിചയമുള്ള അഡ്വക്കേറ്റ്സിന് അയച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ നാളെ രാവിലെ ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിൽ ഇത് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് തമ്പനയിൽ ചെയ്തപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് പ്രാർത്ഥന എന്നാണ്. കാര്യം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും, ദൈവം കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ, പ്രെയർ എന്ന് തന്നെ ആ വാക്ക് യൂസ് ചെയ്യാറ്. ആ പ്രെയറിന് നമുക്ക് കോടതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിനോടുള്ള താഴ്മയേറിയ പ്രാർത്ഥന, ഈ പോക്സോ വ്യാജ കേസുകൾ തടയാൻ, വ്യാജ പോക്സോ കേസുകൾ തടയാൻ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം. 4 മിനിറ്റ് 30 സെക്കൻഡ് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.